ഹലോ മക്കളെ, വെൽക്കം ടു സ്കൂളി. നമ്മൾ ഇന്ന് നയൻത് സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. എല്ലാവർക്കും ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ അറിയാലോ. ന്യൂട്ടൺ ഒരിക്കൽ ഒരു ആപ്പിൾ മരത്തിന് ചോട്ടിലിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. അപ്പോ പുള്ളിയുടെ തലയിലോ തൊട്ടപ്പുറത്തോ ഒരു ആപ്പിൾ വീണു. അപ്പോ ന്യൂട്ടൺ എന്ത് ചെയ്തു? ന്യൂട്ടൺ ആ ആപ്പിളും കഴിച്ച് അവിടുന്ന് പോവാതെ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ആപ്പിള് താഴേക്ക് വീഴുന്നത്, ഇത് മുകളിലേക്ക് പോകുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ന്യൂട്ടൺ ആലോചിച്ചു. എന്നിട്ട് ഈ ആലോചന ന്യൂട്ടൺ ഇങ്ങനെ കുറെ ചോദ്യങ്ങളായിട്ട് ന്യൂട്ടനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ന്യൂട്ടൺ പുതിയ കുറെ തിയറീസും ലോസും ഇക്വേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തു. ആ, ഈ ഇക്വേഷൻസിനെ പറ്റിയും തിയറീസിനെ പറ്റിയും ലോസിനെ പറ്റിയും ഇതിന്റെ അപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാ തുടങ്ങിയാലോ. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തുടങ്ങാം. എല്ലാവർക്കും സുനിത വില്യംസിനെ അറിയാലോ. സുനിത വില്യംസ് ഒരു ആസ്ട്രോണോട്ട് ആയിരുന്നു. അവര് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ അവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അവർക്ക് വിചാരിച്ചതിലും കുറച്ച് കൂടുതൽ ദിവസങ്ങൾ, ഒരു 280-ലധികം ദിവസങ്ങൾ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഇത് സുനിത വില്യംസ് അവരുടെ ഇതിന് മുന്നത്തെ മിഷനിൽ പോയ സമയത്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അയച്ച ഒരു വീഡിയോ ആണ്. അവര് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് കണ്ടുനോക്കാം. കണ്ടോ? ബോട്ടിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? പക്ഷെ ഇങ്ങനെയാണോ നമ്മൾ ഒരു ബോട്ടിൽ തുറന്ന സംഭവിക്കുന്നത്? അല്ല, എന്റെ ബോട്ടിൽ ഞാൻ തുറക്കുന്ന സമയത്ത് ഒരിക്കലും നേരത്തെ കണ്ട പോലെ വെള്ളം ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴുകി നോക്കൂ, ഇത് നേരെ താഴേക്കാണ് വരുന്നത്, അല്ലെ? ഇനി തൊട്ടപ്പുറത്തുള്ള ഈ ആനിമേഷൻ നോക്കൂ നിങ്ങൾ. ഈ ആനിമേഷനിൽ ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഒരു ബോള് എറിയണം. ഇപ്പൊ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഈ ബോൾ ഒരിക്കലും അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നില്ലല്ലോ. ഇല്ല, എന്താ സംഭവിക്കുന്നേ? ഈ ബോള് അയാൾ കയ്യിൽ നിന്ന് വിടുന്ന സമയത്ത് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഏത്? നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിള് മരത്തുനിന്ന് താഴേക്ക് വീണ പോലെ, അല്ലെ? അപ്പോ ഇത് താഴേക്ക് വീഴുന്നു. അപ്പൊ എന്തോ ഒന്ന് താഴെ നിന്ന് ഇതിനെ വലിച്ച് അട്രാക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, അല്ലെ? താഴെ ആരാണുള്ളത്? താഴെ നമ്മുടെ എർത്ത് ആണുള്ളത്. ഈ എർത്തിലല്ലേ നേരത്തെ ന്യൂട്ടന്റെ കേസിലെ മരം എല്ലാം നിൽക്കുന്നത്, അല്ലെ? അപ്പോ എന്ത് സംഭവിക്കുന്നു? ഈ ആപ്പിളിനെയും ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇയാൾ എറിയുന്ന ബോളിനെയും എല്ലാം എന്ത് സംഭവിക്കുന്നു? അതിന് നമ്മുടെ എർത്ത് താഴേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെ? അല്ലെങ്കിൽ അത് മുകളിലേക്ക് പോകില്ലേ? ഈ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരെല്ലാം താഴേക്ക് വീഴുന്നത്, അല്ലെ? ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആപ്പിൾ വീണ സമയത്ത് ന്യൂട്ടൺ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുമെന്നോ. ഓക്കെ, ന്യൂട്ടൺ ആപ്പിൾ വീഴുന്നത് കണ്ടപ്പോൾ ആലോചിച്ചു, എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ആപ്പിളിനെയും നേരത്തെ ബോളിനെയും എല്ലാം എർത്ത് അട്രാക്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് അത് താഴേക്ക് വീഴുന്നത്. സെയിം കേസിൽ ന്യൂട്ടൺ ആലോചിച്ചു, എന്താണ്? എർത്തിന് ആപ്പിൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ മൂണിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമോ എന്നാലോചിച്ചു. മൂൺ ആരാണ്? മൂൺ നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്, അല്ലെ? ഒരു ഓർബിറ്റില് എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന മൂണിനെ എർത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ എന്ന് ന്യൂട്ടൺ ആലോചിച്ചു. അതുപോലെ തന്നെ ആപ്പിള് താഴേക്ക് വീഴുന്നതുകൊണ്ടാണ്, എർത്ത് അട്രാക്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അതുപോലെ ഈ എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ തിരിച്ച് ഏത് ആപ്പിളിന് എർത്തിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമോ എന്നും ന്യൂട്ടൺ ആലോചിച്ചു. ഈ കേസിലെല്ലാം
ഫോഴ്സ് ഈക്വൽ ആവുമോ എന്നും ന്യൂട്ടൺ ആലോചിച്ചു. ഈസ് ദ ഫോഴ്സ് ദ സെയിം ഇൻ ബോത്ത് കേസസ്? ഓക്കെ, അതായത് എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും ഇനി എർത്ത് മൂണിനെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സും എല്ലാം ഈക്വൽ ആവുമോ എന്നും ന്യൂട്ടൺ ആലോചിച്ചു. ഈ ആലോചനകളിൽ നിന്നാണ് ന്യൂട്ടൺ പിന്നെ അയാളുടെ പുതിയ തിയറീസും ഇക്വേഷൻസും ഒക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഡ്രസ് ചെയ്യാം. ആദ്യം, ഇഫ് ദ എർത്ത് ക്യാൻ അട്രാക്ട് എൻ ആപ്പിൾ, ക്യാൻ ഇറ്റ് നോട്ട് അട്രാക്ട് ദ മൂൺ? ഓക്കെ, ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് നോക്കാം. നമ്മളൊക്കെ കളിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ത്രെഡിന്റെ അറ്റത്ത് ഒരു സ്റ്റോൺ കെട്ടുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ കറക്കുന്നു, അല്ലേ? അപ്പോ നമ്മുടെ കയ്യിൽ ഈ ത്രെഡിന്റെ ഒരു അറ്റം ഉള്ള അത്രയും സമയം ഈ സ്റ്റോൺ എങ്ങനെയാ പോവാ? സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, ഒരു കേർവ്ഡ് പാത്തിൽ, ഒരു സർക്കുലാർ പാത്ത് നമുക്ക് പറയാം. സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഓരോ പൊസിഷനിൽ എത്തുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഇനി ഞാൻ പെട്ടെന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ ത്രെഡിന്റെ അറ്റം വിട്ടു, അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയാണ് ഇപ്പൊ ഈ സ്റ്റോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ പാത്തില് പുറത്തേക്ക് തെറിച്ചു പോകും, അല്ലെ? എന്താണ് ടാൻജന്റ്? ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ, നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ലൈനാണ് ആ സർക്കിളിന്റെ ടാൻജന്റ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഞാൻ ഒരു ലൈൻ വരച്ചു, എ ബി സി. അപ്പൊ ഈ ലൈൻ എ ബി സി, ഇത് ബി എന്ന പോയിന്റിൽ മാത്രമല്ലേ സർക്കിൾ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് പറയാം ലൈൻ എ ബി സി ഈ സർക്കിളിന്റെ ഒരു ടാൻജന്റ് ആണ്. ടാൻജന്റ് മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്റ്റോൺ ഞാൻ ഈ എന്റെ കയ്യിലിരിക്കുന്ന ത്രെഡ് റിലീസ് ചെയ്യുമ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇതൊരു ടാൻജൻഷ്യൽ പാത്തിൽ തെറിച്ച് പുറത്തോട്ട് പോകും, അല്ലെ? അപ്പൊ ത്രെഡ് റിലീസ് ചെയ്യുന്ന അത്രയും സമയം, ത്രെഡ് എന്റെ കയ്യിലിരിക്കുന്ന അത്രയും സമയം ഇത് സർക്കുലർ പാത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ സർക്കുലർ പാത്തിൽ ഇതിന് കറങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ നോക്കാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ ആൻ ഒബ്ജക്ട്. നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്ട് ആരാണ്? സ്റ്റോൺ. ആക്ട്സ് ഓൺ ആൻ ഒബ്ജക്ട് മൂവിങ് ഇൻ എ കർവ്ഡ് പാത്ത്. സ്റ്റോൺ നമ്മുടെ ത്രെഡ് കയ്യിലിരിക്കുന്ന അത്രയും സമയം ഒരു കർവ്ഡ് പാത്തിലല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് that acts on an object that is moving in a curved path. ഇനി ഈ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ. ഓക്കെ, അപ്പോ ഒരു കർവ്ഡ് പാത്തിലുള്ള ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞത്? അത് ടുവേർഡ്സ് ദി സെന്റർ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ സെൻട്രിപിറ്റൽ ഫോഴ്സ് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ, അതുപോലെ തന്നെ ഈ എക്സാമ്പിളിനെ നമുക്ക് നമ്മുടെ എർത്ത് മൂൺ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെ നോക്കാം. ഓക്കെ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. അത് ഒരു സർക്കുലാർ ഓർബിറ്റിൽ, ഒരു നമുക്ക് സർക്കുലർ എന്ന് പറയാം, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഒരു സർക്കുലാർ ഓർബിറ്റിൽ അത് മൂണ് നമ്മുടെ എർത്തിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മുടെ സ്റ്റോണിന്റെ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. സർക്കുലാർ ഓർബിറ്റ് ആണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ എന്താ പഠിച്ചേ? ഒരു സർക്കുലാർ പാത്തിൽ ഓർബിറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ അതിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആര്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ നോക്കൂ, മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. കർവ്ഡ് പാത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മൂണില് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? ആക്ട് ചെയ്യും. അത് എങ്ങോട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദി സെന്റർ. ഓക്കെ, ടുവേർഡ്സ് ദി സെന്റർ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? മൂൺ ഇങ്ങനെ ഈ ഓർബിറ്റിൽ ഇങ്ങനെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോ മോഷൻ ഓഫ് ദ മൂൺ അറൌണ്ട് ദി എർത്ത് ഈസ് ഡ്യൂ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നേരത്തെ കല്ലിന്റെ അവസ്ഥ നമ്മുടെ മൂണിന് അത് സംഭവിക്കുന്നില്ലല്ലോ. മൂൺ എപ്പോഴും ഇങ്ങനെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോ ആ മോഷൻ സാധ്യമാക്കുന്നത്, ആ മോഷൻ പോസിബിൾ ആക്കുന്നത് ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്.
ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരെങ്കിലും കൊടുക്കണം. ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ നോക്കൂ. നേരത്തെ എക്സാമ്പിള് ഈ ത്രെഡിലുള്ള ടെൻഷൻ, ത്രെഡിലുള്ള ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ കേസിൽ ഈ മൂണിന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്? നേരത്തെ ന്യൂട്ടന്റെ സംശയം ഓർമ്മയില്ലേ? ആപ്പിളിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എർത്തിന് മൂണിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അതിവിടെ ക്ലിയർ ആയില്ലേ? എന്ത്, മൂണിന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് അത്യാവശ്യമാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദി എർത്ത്. ഓക്കെ, അപ്പോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എർത്തിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് മൂണിന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ, ആദ്യത്തെ സംശയത്തിന്റെ ഉത്തരം നമുക്ക് ക്ലിയർ ആയില്ലേ? എന്താണ്? എർത്തിന് ആപ്പിൾ അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മൂണിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ന്യൂട്ടൺ സംശയിച്ചു. ഇപ്പൊ അത് ക്ലിയർ ആയില്ലേ? എന്തുകൊണ്ടാണ്? മൂണിന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് എർത്തും മൂണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ആ നേരത്തെ കല്ലിന്റെ അവസ്ഥയായിരിക്കും നമ്മുടെ മൂണിന്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. എ ഫോളിംഗ് ആപ്പിൾ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി എർത്ത്. ഡസ് ദി ആപ്പിൾ അട്രാക്ട് ദി എർത്ത്? അതായത് ആപ്പിള് എർത്ത് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് താഴേക്ക് വീഴുന്നു. അതുപോലെ തിരിച്ച് എന്ത്, ഈ താഴേക്ക് വീഴുന്ന ആപ്പിള് അല്ലെങ്കിൽ ആപ്പിള് എർത്തിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ടാവോ എന്ന് ന്യൂട്ടൺ ആലോചിച്ചു. ഇതിനുള്ള ഉത്തരം ഓൾറെഡി ന്യൂട്ടൺ തന്നെ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? തേർഡ് ലോ ഓഫ് മോഷൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട, നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താണ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്? എവ്രി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ആക്ഷൻ എന്താണ്? ഈ മരത്തിന്റെ മുകളിലുള്ള ആപ്പിള് താഴേക്ക് വീഴുന്നു. അപ്പൊ എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നത്? എർത്ത് ഇവിടെ നിന്ന് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട്, അല്ലെ? അതാണ് ഇവിടുത്തെ ആക്ഷൻ. അതിന് ഈക്വൽ ആയിട്ടുള്ള ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്തായിരിക്കും അത്? എർത്തിനെ ആപ്പിളും അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്തായിരിക്കും? അത് തേർഡ് ലോയുടെ വയലേഷൻ ആയിരിക്കും. അപ്പോ ആപ്പിളിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സെയിം ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നു? എർത്തിനെ ആപ്പിളും അട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ആപ്പിളിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നോണ്ടല്ലേ അത് താഴേക്ക് വീഴുന്നത്? അപ്പൊ നേരെ തിരിച്ച് എന്ത്, ആപ്പിൾ എർത്തിനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലേ, ടുവേർഡ്സ് ആപ്പിൾ വീഴില്ലേ? ആ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതിനുള്ള ഉത്തരവും ന്യൂട്ടൺ തന്നെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയത് ഓർമ്മയുണ്ടോ? എന്താണ്? ഫോഴ്സ് ഈസ് മാസ് ടൈംസ് ആക്സിലറേഷൻ എന്ന് എഴുതി. ഓക്കെ, അപ്പോ ഒരു ഒരു ബോഡി താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ, ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ലേ, അല്ലെ? നമുക്ക് ആക്സിലറേഷൻ എന്ത് എഴുതാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആക്സിലറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് മനസ്സിലാക്കാം, അല്ലെ? ഇനി നിങ്ങൾ ആപ്പിളിന്റെയും എർത്തിന്റെയും കേസ് എടുത്തു നോക്കൂ. എർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആപ്പിളിന്റെ മാസ് വളരെ നെഗ്ലിജിബിൾ ആണ്. അങ്ങനെ നെഗ്ലിജിബിൾ മാസ് ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ എർത്തിന് ടുവേർഡ്സേ വീഴുള്ളൂ, നേരെ തിരിച്ച് സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? ആപ്പിളിന്റെ മാസ് വളരെ കുറവല്ലേ. നോക്കൂ, മാസ് ഓഫ് ആൻ ആപ്പിൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എർത്ത്. സോ വി ഡു നോട്ട് സീ എർത്ത് മൂവിങ് ടുവേർഡ്സ് ആപ്പിൾ. അതായത് ആപ്പിളിന്റെ മാസ് എർത്തിന്റെ മാസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എർത്ത് ആപ്പിളിന് ടുവേർഡ്സ് മൂവ് ചെയ്യുന്നത് കാണാത്തത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത്. എന്താണ്?
ഈ നമ്മൾ നേരത്തെ കണ്ടു ആപ്പിള് എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കണ്ടു. നമ്മുടെ എർത്ത് മൂൺ സിസ്റ്റത്തിലെ മൂണിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഇത് മാത്രമാണോ ഇവിടെ മാത്രമാണോ ഈ അട്രാക്ഷൻ ഉള്ളത്? അല്ല, ന്യൂട്ടൺ എന്ത് എന്ത് കണ്ടുപിടിച്ചു? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഒബ്ജക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി നമ്മൾ തുടക്കത്തിൽ നമ്മൾ എന്ത് പഠിക്കാനാണ് തുടങ്ങിയത്? എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പഠിക്കാനാണ് തുടങ്ങിയത്. അപ്പൊ ഇത്രയും വന്നിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കി? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണ്ടേ? വേണം. അപ്പൊ അവർ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നില്ല. കാരണം നമുക്ക് ഇന്ന് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് നമുക്ക് ഇന്ന് സാറ്റലൈറ്റ് അയക്കാൻ പറ്റുന്നത്. നമുക്ക് വഴി തെറ്റി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. എന്താണ് സാറ്റലൈറ്റ് അയച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സർവീസസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈഡ്സിനെ പറ്റി പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്, ഒരുപാട് അപ്ലിക്കേഷൻസ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് തുടർച്ചയായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത്രയും മനസ്സിലാക്കിയ ശേഷം ന്യൂട്ടൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ നമുക്ക് തന്നു. എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, നമ്മൾ ഒരു ലോ നോർമലി പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? നമ്മൾ ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണോ, ഒരു ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ അതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ സ്റ്റേറ്റ്മെന്റ്? നേരത്തെ മനസ്സിലാക്കിയത് തന്നെയാണ്. എവ്രി ഒബ്ജക്ട് ഇൻ ദി യൂണിവേഴ്സ് പഠിച്ചില്ലേ? അട്രാക്ട് എവ്രി അതർ ഒബ്ജക്ട്. ഓക്കെ, അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ആരാണ് ആ ഫോഴ്സ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സോ ആ ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാ പറയുന്നത്? പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് ഒബ്ജക്റ്റ് ആവുമ്പോൾ അതിന് മാസ് ഉണ്ടാവില്ലേ? അപ്പോ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദർ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. തീർന്നില്ല. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് അവരുടെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും, പിന്നെ ഈ ഒബ്ജക്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, ആ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. നോക്കൂ, ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ക്യാപിറ്റൽ എം, രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ് സ്മോൾ എം. ഈ രണ്ട് ഒബ്ജക്ട്സും ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒബ്ജക്ട്സ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ രണ്ട് ഒബ്ജക്റ്റിന് ക്യാപിറ്റൽ എം സ്മോൾ എം ഇവരുടെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്, ഇപ്പൊ എന്താ ഇവിടെ എന്താ ഡി സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ദ ഫോഴ്സ് ഈസ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, അപ്പോ ഇവരുടെ സെന്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ ത്രൂ ആയിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. നമ്മുടെ ഒബ്ജക്ട്സ് ആരൊക്കെയാണ്? ഒരു വലിയ ഒബ്ജക്ട് വിത്ത് മാസ് ക്യാപിറ്റൽ എം, പിന്നെ ഒരു ചെറിയ ഒബ്ജക്ട് വിത്ത് മാസ് സ്മോൾ എം, അല്ലെ? ഇനി ഇവര് സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സെന്റേഴ്സ് ഓഫ് ബോത്ത് മാസസ്. ഓക്കെ, ഈ ആദ്യത്തെ മാസിന്റെ സെന്റർ ടു അടുത്ത മാസിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡി എന്നെടുത്തു. ഇനി നമ്മുടെ ന്യൂട്ടൺ എന്താ പറഞ്ഞത്? ഇവര് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? അപ്പൊ എനിക്ക് ആരോ ഇങ്ങനെ ഇട്ടൂടെ? ഓക്കെ, അപ്പൊ ഈ ഫോഴ്സ്
എന്തിന് പ്രൊപ്പോർഷണൽ എന്നാ പറഞ്ഞത്? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഇവിടെ എന്താ പ്രൊഡക്റ്റ്? ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്താ? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് എന്താ മക്കളെ? ഡി. അതിന്റെ സ്ക്വയർ എന്താ? ഡി സ്ക്വയർ. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, force is directly proportional to, or force is proportional to capital M into small m divided by d square. നമുക്ക് ഈ പ്രൊപ്പോർഷണൽ സൈൻ കളയണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെന്ത് വരും? ഫോഴ്സ് ഈസ്, ഞാൻ ഇവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് എന്താണ്? ജി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തി. അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്. എന്താ മക്കളെ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ ഡി സ്ക്വയർ. ഓക്കെ, ഇനി ആരാണ് ജി? ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ ജിയുടെ വാല്യൂ നമുക്ക് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ ജിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു തന്നു. 6.67 ഇൻറ്റു 10⁻⁻11. ഫിസിക്സിൽ നമ്മൾ, സയൻസിൽ എന്ത് എഴുതുമ്പോഴും നമ്മൾ എന്ത് വേണം? യൂണിറ്റ് വേണം. നമുക്ക് ഈ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം? നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ജിയുടെ ഇക്വേഷൻ ആയിട്ട് മാറ്റി എഴുതാം. അപ്പൊ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സ്മോൾ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ ഡി സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മളെ, ഞാൻ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? എഫ് ഇൻറ്റു ഡി സ്ക്വയർ. ഇത് എഫ് ബൈ 1 അല്ലേ? ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇസ് ഈക്വൽ ടു ജി എന്ന് വരില്ലേ? ഇത് നമുക്ക് ഈ ജിയുടെ യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? എന്താണ് മക്കളെ ന്യൂമറേറ്റർ ഉള്ളത്? ന്യൂട്ടൺ ഉണ്ട്. ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ഉണ്ട്. അടുത്ത എന്താ? ഡി, ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് നമ്മൾ ഏത് യൂണിറ്റ് വെച്ചാൽ മെഷർ ചെയ്യുന്നത്? മീറ്റർ അല്ലേ? ഡിസ്റ്റൻസ് സ്ക്വയർ ഇല്ലേ? അപ്പൊ എന്തായി? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? ഡിനോമിനേറ്ററിൽ മാസ് ആണുള്ളത്. മാസ് ഇൻറ്റു മാസ്. മാസ് അപ്പൊ എന്തായി? കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ. അപ്പോ എന്താണ് ജിയുടെ യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്നതൊക്കെ പഠിച്ചു. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നത് തൊട്ട് ന്യൂട്ടൺ അതിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഡിറൈവ് ചെയ്യുന്നത് വരെ പഠിച്ചു. അതിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് മനസ്സിലാക്കി. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് മനസ്സിലാക്കി. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം. സോ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.